Hello all, welcome to Competitive Cracker. It's me, Dr. Femina PA. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ കുറച്ച് PYQs ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള PYQs ആണ്. നമുക്ക് CCയിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. Here is a first question. Which of the following statements are incorrect? Depreciation is a non-cash expenditure charged to profit and loss account. Assets is equal to equities is a basic accounting equation. Provisions are created through appropriation of profits. Capital profits will be treated as income in the profit and loss account. These are the options. Option A states that statement 1 and 2, B statement 2 and 3, C statement 3 and 4, D statement 2, 3 and 4. നമുക്കറിയാം ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അക്കൗണ്ടിങ്ങിൽ നിന്ന് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് നോളേജ് വെച്ച് നമുക്കെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും ആൻസർ വരാം എന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ഹെൻസ് ഇറ്റ് ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Thus this statement is correct. Moving to second statement, assets equal to equities is a basic account equation. That's true. Assets equal to capital plus liabilities. That's known as equities. So this statement is also correct. Third point is provisions are created through appropriation of profits. Appropriation of profit എന്നാണ് ഈ നമുക്ക് എന്ത് പറയുന്നത് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ പ്രൊവിഷൻസും ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് തന്നതിൽ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് 3ഉം 4ഉം ഇത് രണ്ടും തെറ്റാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. എന്തുകൊണ്ടാണ് ഈ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റ് നോക്കിയേ? പ്രൊവിഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്രോപ്രിയേഷനിൽ കൂടെയല്ല. എങ്ങനെയാ വരുന്നത്? പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൊവിഷൻസ് ആർ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്സ്, നോട്ട് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്നല്ല പോകുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് എന്ത് പോകുന്നത്? പ്രൊവിഷൻസ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആർ ജനറലി നോട്ട് ട്രീറ്റഡ് ആസ് റെഗുലർ ഓപ്പറേഷണൽ ഇൻകം ഇൻ ദ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേഷണൽ ഇൻകം ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്, മറിച്ച് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ദേ ആർ ട്രാൻസ്ഫേർഡ് ഡയറക്ട്ലി ടു എ capital reserve account on the balance sheet or displayed separately as extraordinary non-operating items because they do not arise from normal trading activities. അതുകൊണ്ട് തന്നെ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. സ്റ്റേറ്റ്മെന്റ് 3 and 4 ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. Moving to next question. Which of the following statements are true in respect of cash book? First statement, single column cash book is prepared under impress system. നമുക്കറിയാം ഇംപ്രസ് സിസ്റ്റം എവിടെയാണ് വരുന്നത്? അത് ക്യാഷ് ബുക്കിലല്ല, അത് പെറ്റി ക്യാഷിലാണ്. പെറ്റി ക്യാഷിലാണ് നമ്മൾ ഇംപ്രസ് സിസ്റ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? കോൺട്രാ എൻട്രീസ് വിൽ അപ്പിയർ ഇൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഒരേ സമയം ക്യാഷ് ബുക്കിന്റെയും പാസ്ബുക്കിന്റെയും എഫക്ട്, ക്യാഷിന്റെയും ബാങ്കിന്റെയും എഫക്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് 3 column ക്യാഷ് ബുക്ക് വിൽ കണ്ടെയ്ൻ 3 amount columns. അതായത് നമുക്കറിയാമല്ലോ 3 column എന്ന് പറയുമ്പോൾ തന്നെ 3 amount ഉണ്ടാകും. ക്യാഷ്, ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട്, അങ്ങനെ 3 എണ്ണം ഉണ്ടാകും. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം കറക്റ്റ് ആണ്. അപ്പോൾ അത് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ് എന്നുള്ള പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sole trader keeping books under single entry provides the following details. Opening capital 25,000 rupees, closing capital 50,000, drawings 10,000, additional capital brought during the year 15,000. Profit of the sole trader is dash. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ആ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ലോജിക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താം. എങ്ങനെ വരും? നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടെത്താം? ആൻസർ വരുന്നത് 20,000. എങ്ങനെ കിട്ടും? അത് നമുക്കറിയാം. ഓപ്പണിംഗ് ക്യാപിറ്റലിനൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇതെല്ലാം ആഡ് ചെയ്യും. അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഡ്രോയിങ്സ്,
പ്രോഫിറ്റ് ഇവിടെ തന്നെ കിടക്കട്ടെ. പ്രോഫിറ്റിന്റെ എമൗണ്ട് നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഡ്രോയിങ്സ് ഉണ്ട്, മൈനസ് ഡ്രോയിങ്സ്. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ പ്രോഫിറ്റ് എലമെന്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിന് മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും അപ്പുറം കൊണ്ടുപോകും. അപ്പോൾ എന്താകും, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ, ഇനി മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇവിടെ പ്ലസ് ഫിഗറിന് ഇപ്പുറം വന്നപ്പോൾ മൈനസ് ആയി. മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ. This minus figure will be considered as positive figure, plus drawings. So the answer would be closing capital 50,000, opening capital 25,000, 25,000, drawings 10,000. ഡ്രോയിങ്സ് പ്ലസ് ഫിഗർ ആണ്. അഡീഷണൽ ക്യാപിറ്റൽ 15,000. സോ ദ ആൻസർ വുഡ് ബി 50,000, 25,000. യെസ്, 25,000. ഫൈനൽ ആൻസർ വുഡ് ബി 20,000. ഇതായിരിക്കും നമ്മുടെ എന്ത്, പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a new partner is admitted in a firm having 2 old partners with a profit share ratio of 3:2. The new profit share ratio is agreed as 3:2:1. The sacrifice ratio of old partners are 2:1, 1:1, 3:2, 4:3. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിന്റെ ഇപ്പോൾ AB അല്ലെങ്കിൽ XY അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ നേരിട്ട് ഒരു കാര്യം ഹിന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഓൾഡ് റേഷ്യോ 3:2, ന്യൂ റേഷ്യോ 3:2:1. അതായത് ഇവരുടെ റേഷ്യോ തമ്മിൽ യാതൊരു ചേഞ്ച് നടക്കുന്നില്ല. പുതിയ ഒരാൾ വന്നുകൊണ്ട് ഇവരുടെ റേഷ്യോയിൽ കാര്യമായിട്ട്, അതായത് 3:2 എന്നുള്ള രീതി തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ പ്രൊപ്പോർഷനേറ്റ്ലി കുറയുമെങ്കിൽ പോലും ഇവിടെ 3:2 ഈ സെയിം ഫിഗർ തന്നെ കിടക്കുകയാണെങ്കിൽ അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും. അതാണ് ഒരു ക്ലൂ എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഇട്ട് കണ്ടെത്താം. അപ്പൊ എങ്ങനെ കാണാം, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതാണ് നമ്മുടെ സാക്രിഫൈസ് റേഷ്യോയുടെ ഇക്വേഷൻ. ഇക്വേഷൻ ഇട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി മാത്രം. നമുക്കിപ്പോൾ ഈ പാർട്ട്നേഴ്സിന്റെ പേരും തന്നിട്ടില്ല, നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്നു A and B എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുന്നു. അപ്പൊ എങ്ങനെ വരും, ഓൾഡ് റേഷ്യോ, സപ്പോസ് എയുടെ ഓൾഡ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, 3/5. ന്യൂ റേഷ്യോ എന്താണ്, 3/6. ഇതേ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, 18 - 15/30, 3/30. ഇനി അടുത്ത പാർട്ട്ണറിന്റെ റേഷ്യോ എന്താണ്, ഓൾഡ് റേഷ്യോ 2/5 മൈനസ് 2/6 is equal to 12 minus 10/30. Again 2/30. The sacrifice ratio would be 3:2. 3:2. ഇങ്ങനെ പ്രത്യേകിച്ച് ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല, ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു ഹിന്റ് നേരിട്ട് കിടക്കുന്നുണ്ട്, സെയിം 3:2, 3:2. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ ഓൾഡ് റേഷ്യോ സെയിം ആയിരിക്കും. അതാണ് ഇതിന്റെ പിന്നിലെ ലോജിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is false with respect to the redemption of debentures out of profits. Important question. DRR should be created at least 10% of the outstanding nominal value of debenture before commencing the redemption. B. DRR investment should be made at least 15% of the nominal value of debentures proposed to be redeemed during the current financial year. C. Retained earnings can be used for creating DRR. Balance in the DRR after completing the redemption of all debentures can be transferred to capital reserve account. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അതെങ്ങനെയാ വരാ, അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത് ആദ്യ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഷുഡ് ബി ക്രിയേറ്റഡ് അറ്റ്ലീസ്റ്റ് 10% of the outstanding nominal value of debenture before commencing the redemption. റിഡംഷൻ തുടങ്ങുന്നതിന് മുന്നേ
അതർ കമ്പനീസ്, അതായത് പ്രൈവറ്റ് കമ്പനീസിൽ വരുന്നവർക്ക് 10% ആ ഡിബഞ്ചറിന്റെ നോമിനൽ വാല്യൂന്റെ 10% DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇത് റൂള് പ്രകാരമാണ്. ഇത് പ്രൈവറ്റ് കമ്പനീസിന്റെ കേസാണ് കേട്ടോ. അതർവൈസ് 10% എന്നുള്ളത് 50% അങ്ങനെ മാറും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ സേസ് എന്താ പറയുന്നത്, DRR investment should be made at least 15% of the nominal value of debentures proposed to be redeemed during the current financial year. അതായത് കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ 15% നോമിനൽ വാല്യൂവിന്റെ 15% DRR ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, റീറ്റെയിൻ ഏർണിംഗ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് DRR നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് റീറ്റെയിൻ ഏർണിംഗ്സിൽ നിന്നാണ്. ദാറ്റ്സ് ഓൾസോ ട്രൂ. Option D says that balance in the DRR after completing the redemption of all debentures can be transferred to capital reserve account. This statement is wrong. Why? എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് റോങ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ റിസർവിലോട്ടല്ല പോകേണ്ടത്, മറിച്ച് എവിടേക്കാണ് പോകേണ്ടത്? ജനറൽ റിസർവിലോട്ടാണ് പോകേണ്ടത്. അതാണ് അവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതായത് when a company completes the redemption of all its debentures, the purpose of the debenture redemption reserve is fully served. അതായത് നമ്മൾ എന്ത് കാര്യത്തിനാണോ DRR ക്രിയേറ്റ് ചെയ്തത് ആ പർപ്പസ് മീറ്റ് ചെയ്തു, അതായത് റിഡീം ചെയ്തു, ഡിബഞ്ചർ റിഡീം ചെയ്തു, പിന്നെ ആ ഒരു റിസർവ് അവിടെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. The remaining balance in the DRR account represents accumulated profits that are now free to be distributed. അപ്പോൾ ബാലൻസ് എന്തുണ്ടോ അത് ഫ്രീ റിസർവ് ആണ്. ഫ്രീ റിസർവ് ഹാസ് ടു ബി ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. അതാണ് അതിന്റെ പുറകിലെ കോൺസെപ്റ്റ്. Therefore, it must be transferred to the general reserve account, not the capital reserve account. അതായത് ഇനി നമുക്കത് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഫ്രീ ആയി. അതുകൊണ്ട് ജനറൽ റിസർവിലോട്ടാണ് മാറ്റേണ്ടത്. എന്തെങ്കിലും പെർട്ടിക്കുലർ പർപ്പസിനാണെങ്കിൽ നമുക്കത് ക്യാപിറ്റൽ റിസർവിൽ കീപ്പ് ചെയ്യായിരുന്നു. അതർവൈസ് ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ്. Then moving to next question. Which of the following is a wrong statement? Again, we have to identify the wrong statement. A. Subdivisional shares mean converting large denominator shares into small denominator shares. അത് ശരിയാണ്. അത് സബ്ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, വലിയൊരു പീസിനെ കുഞ്ഞു ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ സബ്ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി അണ്ടർ സബ്ഡിവിഷൻ ഓഫ് ഷെയർസ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽ ഡിക്രീസ് വിത്തൗട്ട് ഡിക്രീസ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ. ഇല്ല, നമ്മൾ വലിയ ഷെയർ ക്യാപിറ്റലിനെ ചെറിയ പീസസ് ആക്കി മാറ്റുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് വിൽ ബി ഇൻക്രീസ്. അവിടെ ഇൻക്രീസ് ആണ് വരേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കാം. Consolidation of shares mean converting small denominator shares into a large denominator shares. അതായത് സബ്ഡിവിഷന്റെ ഓപ്പോസിറ്റ് ആണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. കൺസോൾട്ടേഷന്റെ പ്രത്യേകത എന്താ, ചെറിയ ഷെയർസിനെല്ലാം പിടിച്ചിട്ട് ഒരു വലിയ ഷെയർ ആക്കി മാറ്റുന്നതിനെയാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് കൺവേർട്ടിംഗ് സ്മോൾ ഡിനോമിനേറ്റർ ഷെയർസ് ഇൻടു ലാർജ് ഡിനോമിനേറ്റർ ഷെയർസ്, അതിനെയാണ് നമ്മൾ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്, under consolidation of shares number of equity shares will decrease without decrease in the share capital. അതായത് കൺസോൾട്ടേഷന്റെ സമയത്ത് എന്താ പറയുന്നത്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് വലിയ ഷെയറിനെ ചെറിയ ഷെയർസിനെ പിടിച്ചിട്ട് വലിയ ഷെയറിലോട്ട് മാറ്റല്ലേ, അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കുറയും കേട്ടോ. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. അതായത് അണ്ടർ സബ്ഡിവിഷൻ ഓഫ് ഷെയർസ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽ ഡിക്രീസ് വിത്തൗട്ട് ഡിക്രീസ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലെ അമൗണ്ട് കുറയാതെ നമ്പർ ഓഫ് ഷെയർസ് കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റിവേഴ്സ് ആണ് വരേണ്ടത് കേട്ടോ. അതായത് ഡ്യൂറിംഗ് എ സബ്ഡിവിഷൻ ഓഫ് ഷെയർസ്, സബ്ഡിവിഷനെ പറയുന്ന വേറെ പേരാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. എ കമ്പനി ഡിവൈഡ്സ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഹൈ വാല്യൂ ഷെയർസ് ഇൻടു മൾട്ടിപ്പിൾ ഷെയർസ് ഓഫ് സ്മോൾ വാല്യൂ. അതായത് നിലവിലുള്ള ഷെയർസിനെ ചെറിയ വാല്യൂസ് ഉള്ള പല ഷെയർസ് ആക്കിയാണ് മാറ്റുന്നത്. അത് പ്രകാരം ആസ് എ റിസൾട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻക്രീസസ്. നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, നോട്ട് ഡിക്രീസസ്, കുറയുകയല്ല. The total paid up share capital remains exactly the same. ടോട്ടൽ പെയ്ഡ് ക്യാപിറ്റലിന് യാതൊരു ചേഞ്ച് വരുന്നില്ല. ആ ഷെയർസിന്റെ നമ്പേഴ്സ് കൗണ്ടിലാണ് വ്യത്യാസം വരുന്നത്. ഹിയർ ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇസ് ഈക്വൽ ടു കോസ്റ്റിംഗ് പ്ലസ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് പ്ലസ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. Second statement, historical costing aims at ascertaining actual cost, whereas standard costing aims at cost control. Third statement, marginal costing considered both fixed cost and variable cost for important decision making. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്, കോസ്റ്റിംഗ്, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ്, അതുപോലെ പ്രോഫിറ്റബിലിറ്റി, ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കൂ,
ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എയിംസ് അറ്റ് അസർട്ടൈനിങ് ആക്ച്വൽ കോസ്റ്റ്. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കഴിഞ്ഞു പോയത്, നമുക്ക് ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ്, ദാറ്റ്സ് നോൺ ആസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന്റെ ലക്ഷ്യം എന്താണ്? ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ലക്ഷ്യം എന്താണ്? കോസ്റ്റ് കൺട്രോൾ. നമുക്കറിയാം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ സ്റ്റെപ്പ് അറിയാം. നമുക്ക് എന്താണ്, ആദ്യം തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, കമ്പയറിംഗ് മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ്, ദെൻ കമ്പയറിംഗ് സ്റ്റാൻഡേർഡ്സ് വിത്ത് ആക്ച്വൽ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ഇഫ് ദർ ഇസ് എനി ഡീവിയേഷൻ. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് കൺട്രോൾ ആണ് അവിടെ മെയിൻ ആയിട്ട് ലക്ഷ്യം. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കും. മാർജിനൽ കോസ്റ്റിംഗ് കൺസിഡേർഡ് ബോത്ത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഫോർ ഇമ്പോർട്ടന്റ് ഡിസിഷൻ മേക്കിംഗ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. വൈ? മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ ഏത് കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ്. പീരിയഡ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ അതിന് കൺസിഡർ ചെയ്തത്. ദേ വിൽ ബി ചാർജ് എഗെയിൻസ്റ്റ് കോൺട്രിബ്യൂഷന് എതിരായിട്ടാണ്, അല്ലെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ്ങും ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതായത് 1, 2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗെയിൻ പ്രോബ്ലം. Direct material is rupees 15,000, direct labor is 20,000, direct expense is 10,000, overhead is 25,000. The prime cost is, നമുക്ക് കാണേണ്ടത് പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതാണ്? കോസ്റ്റ് ഷീറ്റിലെ ഏറ്റവും ഫസ്റ്റ് വരുന്ന പോർഷനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസസ്, ഈ മൂന്നെണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡയറക്ട് മെറ്റീരിയൽ 15,000 തന്നിട്ടുണ്ട്, ലേബർ 20,000 തന്നിട്ടുണ്ട്, എക്സ്പെൻസസ് ഡയറക്ട് എക്സ്പെൻസസ് 10,000. ഇനി ഓവർ ഹെഡ് ഉണ്ട്. ഓവർ ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? ദ ടോട്ടൽ ഓഫ് ഇൻഡയറക്ട് എക്സ്പെൻസസ് ഇസ് നോൺ ആസ് ഓവർ ഹെഡ്. വി ഹാവ് ടു കൺസിഡർ ഓൺലി ദ ഡയറക്ട് എക്സ്പെൻസസ്. ഡയറക്ട് എക്സ്പെൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. പ്രൈം കോസ്റ്റിൽ അത് മാത്രമേ ഉള്ളൂ. ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ടുള്ള ഓവർ ഹെഡ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പൊ പ്രൈം കോസ്റ്റ് എങ്ങനെയായിരിക്കും? 15,000 പ്ലസ് 25,000, 20,000 പ്ലസ് 10,000, 35 പ്ലസ് 10, 45,000. ദാറ്റ്സ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിൽ നേരിട്ട് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ നമുക്ക് കാൽക്കുലേഷൻ, അഡ്വാൻസ് കാൽക്കുലേഷൻ ഒന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇസ് നോട്ട് എ ഫ്ലോ ഓഫ് ഫണ്ട്? Between current assets and non-current assets, between current liabilities and non-current liabilities, between current assets and non-current liabilities, between current assets and current liabilities. നമുക്കറിയാം ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവണമെങ്കിൽ എന്താണ് വേണ്ടത്? ഒരെണ്ണം കറന്റ് ഐറ്റവും മറ്റേത് നോൺ കറന്റ് ഐറ്റവും ആയിരിക്കണം. എങ്കിൽ മാത്രമേയാണ് നമുക്ക് അവിടെ ഒരു ഫ്ലോ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. കറന്റ് അസറ്റും നോൺ കറന്റ് അസറ്റും. ഇവിടെ എന്താണ്? ഫ്ലോ ഉണ്ട്. ഒരെണ്ണം കറന്റും ഒരെണ്ണം നോൺ കറന്റും ആണ്. അപ്പോൾ ദർ ഇസ് എ ഫ്ലോ ഓഫ് ഫണ്ട്. ഓപ്ഷൻ ബി, ബിറ്റ്വീൻ കറന്റ് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ്. വൺ ഐറ്റം ഈസ് കറന്റ്, അതർ ഈസ് നോൺ കറന്റ്. ദർ ഈസ് ഓൾസോ എ ഫ്ലോ ഓഫ് ഫണ്ട്. ഓപ്ഷൻ സി, ബിറ്റ്വീൻ കറന്റ് അസറ്റ്സ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ്. ദാറ്റ്സ് ഓൾസോ ട്രൂ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്? ബിറ്റ്വീൻ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. രണ്ടും ഇവിടെ കറന്റ് തന്നെയാണ്. ഒരെണ്ണം കറന്റും ഒരെണ്ണം നോൺ കറന്റും ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഫ്ലോ ഫണ്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ബിറ്റ്വീൻ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. നോക്കിക്കോളൂ കേട്ടോ. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബിറ്റ്വീൻ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. Option D. In financial accounting, the term fund in a fund flow statement refers to net working capital, which is calculated using the formula working capital is equal to current assets minus current liabilities. അതായത് വർക്കിംഗ് ക്യാപിറ്റലിനെ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോ നോക്കുന്നത്. കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റീസിലും എങ്ങനെയാണ് മൂവ്മെന്റ് വരുന്നത്. For a transaction to cause a flow of fund, it must charge the net working capital of the business. This change only happens when a transaction involves one current account and one non-current account. ഒരെണ്ണം കറന്റും മറ്റേത് നോൺ കറന്റും ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫ്ലോ ഓഫ് ഫണ്ട് ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരെണ്ണം കറന്റും മറ്റേതും കറന്റ് തന്നെയാണ്. അപ്പോൾ ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് rupees 1 lakh. Increase in current assets rupees 10,000. Decrease in current liability is rupees 20,000. Cash from operation is 70,000, 90,000, 1,30,000, 1,10,000. നമുക്ക് ഇവിടെ കാണേണ്ടത് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഓപ്പറേറ്റീവ് ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് 1 lakh തന്നിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് എന്നുള്ളത് നമുക്ക് കറന്റ് അസറ്റ് കൂടാന്ന് വെച്ചാൽ എന്താ? നമ്മൾ കറന്റ് അസറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിസീവേഴ്സ്, ഡെറ്റേഴ്സ്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കൂടാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടില്ല. അപ്പൊ നമുക്ക് അതിനെ മാറ്റണം. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ്സ് മൈനസ് ചെയ്യണം. അതുപോലെ ഡിക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റി എന്ന് വെച്ചാൽ
എന്താ കറന്റ് ലയബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കൊടുത്തു, അതുകൊണ്ടാണ് കുറഞ്ഞത്. അപ്പൊ നമുക്ക് അത് രണ്ടും മാറ്റണം. 1 lakhൽ നിന്ന് 10,000 20,000 മാറ്റണം. അപ്പൊ എത്രയാവും? 1 lakhൽ നിന്ന് 30,000 മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 70,000 ആയിരിക്കും നമ്മുടെ എന്ത് പറയുന്നത്, ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ് ടാക്സ് ഓഫീസിന്റെ പുതിയ ബാച്ച് നമ്മൾ CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന 8921440580 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. റെക്കോർഡഡ് ക്ലാസ്സും അതുപോലെ ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. മെന്റർ സപ്പോർട്ട് 24/7 മെന്റർ സപ്പോർട്ട് ഉണ്ട്, PYQs ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം CCയുടെ മാത്രം പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ താല്പര്യപ്പെടുന്ന സ്വപ്ന ജോലിക്കായിട്ട് CCയുടെ ആപ്പ്, ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ഗൂഗിൾ പ്ലേ ആൻഡ് ആപ്പ് സ്റ്റോർ. ഇതുമായി കൂടുതൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ അത് നോക്കുക, അതിൽ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്, അതിൽ ജോയിൻ ചെയ്യുക.